ചില കഥകളൊക്കെ കേൾക്കുമ്പോൾ ഇതിപ്പോൾ നമുക്കാണ് സംഭവിച്ചെങ്കിൽ എന്ന് നമ്മൾ ഇമാജിൻ ചെയ്യും. അതുപോലത്തെ ഒരു ഇമാജിനേഷൻ ഇന്നത്തെ കഥയിൽ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ശരിക്കും പെടും. അപ്പോൾ ആ ഒരു ഡിസ്ക്ലെയിമർ തന്നുകൊണ്ട് നമുക്ക് നേരെ കഥയിലേക്ക് പോകാം. ഇതെല്ലാം സംഭവിക്കുന്നത് മഡഗാസ്കർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അതായത് ആഫ്രിക്കൻ കോണ്ടിനെന്റിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഇത്. മഡഗാസ്കർ എന്ന് പറയുന്നത് ശരിക്കും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണ്. അതോടൊപ്പം തന്നെ വളരെയധികം മനോഹരമായിട്ടുള്ള ബീച്ചും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ 2010 ജെഫ് എന്ന പേരുള്ള ഒരു വ്യക്തി മഡഗാസ്കറിൽ എത്തിപ്പെട്ടു. അപ്പൊ അദ്ദേഹം ഈ പ്രാവശ്യം വന്നത്, ഇതിനു മുമ്പ് ഇദ്ദേഹം മഡഗാസ്കറിൽ വന്നപ്പോൾ അദ്ദേഹം ഒരു കേവ് ഉണ്ടായിരുന്നു, ഒരു ഗുഹ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഗുഹ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ തവണ ഇദ്ദേഹം മഡഗാസ്കറിലേക്ക് എത്തിയത്. കേവ് ഡൈവിംഗ് എന്ന് പറയുന്നത് ചിലവർക്ക് ഒരു ഹോബി പോലെയാണ്. ഇതുവരെയായിട്ട് ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഇരുണ്ട് പിടിച്ചെടുക്കുന്ന ഗുഹകളൊക്കെ ഇല്ലേ, അതിൻ്റെ അകത്ത് എക്സ്പ്ലോർ ചെയ്യാന്നൊക്കെ ഉള്ളത് ഒരു തരത്തിലുള്ള ഒരു ഹോബിയാണ്. ഇത്തരത്തിലുള്ള വളരെ വിചിത്രമായിട്ടുള്ള ഹോബിയുള്ള ഒരു വ്യക്തിയായിരുന്നു ജെഫ്. അതുകൊണ്ടാണ് ഫ്ലൈറ്റ് പിടിച്ച് മഡഗാസ്കറിലേക്ക് രണ്ടാമത് ഇദ്ദേഹം ഈ ഒരു കേവ് കയറാൻ വേണ്ടി വന്നത്. ആദ്യത്തെ തവണ ഈ ഒരു കേവ് ഇദ്ദേഹം ഡിസ്കവർ ചെയ്തപ്പോൾ തന്നെ ആ ഒരു കേവിന്റെ ലൊക്കേഷൻ എല്ലാം ഇദ്ദേഹം എഴുതി വെച്ചായിരുന്നു. എന്നിട്ട് രണ്ടാമത്തെ തവണ ഇദ്ദേഹം വന്നതിന് ശേഷം ഒരു കാർ റെന്റ് എടുക്കുകയും ചെയ്തു, ഒരു ഗൈഡിനെ കൂടി കൂട്ടി. എന്നിട്ട് ഇവർ എല്ലാവരും കൂടി ഈ ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. അങ്ങനെ കുറെ നേരത്തെ ട്രാവലിന് ശേഷം ഇദ്ദേഹം ഈ ഒരു കേവിന്റെ ലൊക്കേഷനിലേക്ക് എത്തി. വണ്ടി കൊണ്ട് പോകാൻ കഴിയാത്ത ഒരു സ്ഥലത്താണ് ശരിക്കും ഈ ഒരു കേവ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വണ്ടി ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്യുകയും ഇദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ കേവിന്റെ ലൊക്കേഷനിലേക്ക് പോയത്. അതായത് ഗൈഡിനെ പോലും കൂടെ കൂട്ടിയില്ല. ഈ നിഗൂഢമായിട്ടുള്ള കേവിലേക്ക് ഇറങ്ങാൻ ഇദ്ദേഹം ഫുള്ളി പ്രിപ്പയർഡ് ആയിട്ടാണ് പോയത്. അതായത് കയറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം പോയത്. ഈ കേവിന്റെ അകത്ത് എന്താണോ, ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നോ അതൊന്നും ഇദ്ദേഹത്തിന് അറിയില്ല. അദ്ദേഹം ബ്ലൈൻഡ് ആയിട്ടാണ് ഇതിനകത്തേക്ക് കയറിപ്പോയത്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ കൈവച്ചുണ്ടായിരുന്ന എക്യുപ്മെന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഈ കേവിന്റെ അകത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ഇദ്ദേഹത്തിന് ആകെ കാണാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന്റെ തലയിൽ വെച്ചിരിക്കുന്ന ഒരു ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് മാത്രമാണ്. അങ്ങനെ ഏകദേശം 20 മീറ്ററോളം ഇദ്ദേഹം ഈ കേവിന്റെ അകത്തേക്ക് പോയി. ഈ 20 മീറ്ററും താഴേക്കുള്ള ഒരു ഇറക്കമായിരുന്നു. അങ്ങനെ ഈ 20 മീറ്റർ ഇദ്ദേഹം ട്രാവൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. ഇനി ഈ കേവിന്റെ ഉള്ളിൽ കൂടെ മുന്നോട്ട് പോകണമെങ്കിൽ നേരെ താഴത്തേക്ക് ഒരു ഡ്രോപ്പാണ്, അതായത് ഒരു കൊക്ക പോലെയാണ്. അതും ആ കൊക്കയുടെ വീതി കഷ്ടിച്ച് 1 മീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അത്യാവശ്യം നാരോ ആയിട്ടുള്ള ഒരു സംഭവം എന്നുള്ള കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. കേവ് ഡൈവിംഗ് ഇദ്ദേഹത്തിന്റെ ഹോബി ആയതുകൊണ്ട് ഇദ്ദേഹം വലിയ കാര്യമായിട്ടൊന്നും എടുത്തില്ല. അങ്ങനെ ഇദ്ദേഹം താഴത്തേക്ക് ഇറങ്ങാനുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങി. അപ്പോഴാണ് അദ്ദേഹം എന്തൊരു സംഭവം കാണുന്നത്. ഇതുവരെ ആരും എക്സ്പ്ലോർ ചെയ്യാത്ത ഒരു ഗുഹ ആയതുകൊണ്ട് തന്നെ അതിനകത്ത് എന്താന്നുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന് സത്യമായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്താണ് ആ സംഭവം എന്ന് നോക്കി. ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ പോലും ഇദ്ദേഹം അങ്ങനത്തെ ഒരു കാഴ്ച കാണുന്ന പ്രതീക്ഷയല്ല. നിങ്ങൾ ബ്ലാക്ക് വിഡോ എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊരു സ്പീഷീസ് ഓഫ് എട്ടുകാലിയാണ്. അത്യാവശ്യം ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു എട്ടുകാലിയാണ്. അപ്പോൾ ഇദ്ദേഹം കണ്ടത് ഇത്തരത്തിലുള്ള ഒരു എട്ടുകാലിനെയാണ്. ഇദ്ദേഹത്തിന് ആകെ കാണാൻ കഴിയുന്നത് ഈ ടോർച്ച് ലൈറ്റിന്റെ ആ ഒരു പോയിന്റ് മാത്രമാണ്. അപ്പൊ ഇദ്ദേഹം നോക്കിയപ്പോണ്ട് ഈ ഒരു എട്ടുകാലിനെയാണ് ഇദ്ദേഹം കണ്ടത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഒരു ഒറ്റ എട്ടുകാലിനെ ആയിരിക്കും ഇദ്ദേഹം കണ്ടേക്കുന്നത് എന്നുള്ളത്. പക്ഷെ മിനിമം ഒരു 2000 എട്ടുകാലിനെങ്കിലുമാണ് ആ ഒരു ടോർച്ചിന്റെ ആ ഒരു പോയിന്റിൽ അദ്ദേഹം കണ്ടത്. ഇദ്ദേഹം എങ്ങോട്ട് തലതിരിച്ച് നോക്കുന്നോ അവിടെ മുഴുവനും എട്ടുകാലിയാണ്. ഇദ്ദേഹത്തിന് ആകെ കേൾക്കാൻ കഴിയുന്നത് കുറെ എട്ടുകാലികളുടെ ശബ്ദം മാത്രമാണ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് അനങ്ങുന്ന ഒച്ചയും അത് തമ്മിലുണ്ടാകുന്ന സൗണ്ടും അങ്ങനെയുള്ള വളരെ വിയേർഡ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെയാണ് അദ്ദേഹം ശരിക്കും പോയിക്കൊണ്ടിരുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഒക്കെ എങ്ങോട്ടോ പറഞ്ഞു, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഊരിപ്പോറന്നായിരുന്നു ഇദ്ദേഹത്തിനുള്ള ഫീലിംഗ്. പക്ഷേ അപ്പോഴാണ് ഫുൾ പ്രശ്നമായത്. ഈ ഗുഹയിൽ നിന്ന് ഇദ്ദേഹത്തിന് തിരിച്ചു പോകണമെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ. ഇദ്ദേഹത്തിന്റെ പുറയിൽ ഒരു ബാക്ക് പാക്ക് ഉണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് എക്യുപ്മെന്റ്സ് ഉണ്ട്. ആ എക്യുപ്മെന്റ്സ് എടുത്ത് ഈ സംഭവത്തിൽ ഫിറ്റ് ചെയ്താൽ മാത്രമാണ് ഇദ്ദേഹത്തിന് തിരിച്ച് പുറത്തേക്ക് പോകാൻ സാധിക്കുള്ളൂ. ബാഗിനുള്ളിലുള്ള എക്യുപ്മെന്റ് ഇദ്ദേഹത്തിന് പുറത്തേക്ക് എടുക്കണമെങ്കിൽ ഇദ്ദേഹം 2 കാലിൽ നിൽക്കണം. അതിന്റെ അർത്ഥം ഇദ്ദേഹത്തിന് വേറൊരു മാർഗമില്ല. ആ 8 കാലിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒരു ട്യൂബ് പോലത്തെ ആ ഒരു കൊക്കയിലേക്ക് ഇറങ്ങാന്നല്ലാണ്ട്. അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾ എത്ര ധൈര്യശാലിയാണെങ്കിലും ഇത്തരം സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നല്ല മനക്കെട്ടി വേണം. അങ്ങനെ ഇദ്ദേഹം 2ഉം കൽപ്പിച്ച് ഈ 8 കാലിൽ നിറഞ്ഞ ആ ഒരു ഷാഫ്റ്റിൽ കൂടി ഇങ്ങനെ ഇറങ്ങിയാണ്. അങ്ങനെ പയ്യെ ഇദ്ദേഹം ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ചുറ്റും 360 ഡിഗ്രി 8 കാലി കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ കൈവശമുള്ള ടോർച്ച് ലൈറ്റ് എവിടേക്ക് അടിക്കുന്നോ അവിടെയൊക്കെ 8 കാലിയാണ്. മുകളിലേക്ക് നോക്കിയാൽ 8 കാലി, എവിടെ ഫുൾ 8 കാലിയാണ്. ഇത് ഹാംലെസ് ആയിട്ടുള്ള 8 കാലിയാണെങ്കിൽ വേണ്ടില്ല, വളരെയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പീഷീസ് ആണ് ഇത്. അപ്പൊ എന്തായാലും മരണം ഉറപ്പായെന്നുള്ള ഒരു കാര്യം ഇദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ ഏകദേശം 30 മീറ്ററോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പേടിക്കാവുന്നതിന്റെ ഫുൾ പേടിയും കൊണ്ട് അദ്ദേഹം ഇങ്ങനെ ഇറങ്ങി. അങ്ങനെ അവസാനം അദ്ദേഹത്തിന്റെ കാല് താഴെ കുത്തി. ഈ കേവിന്റെ ഇന്റേണൽ സ്ട്രക്ചർ എന്താ വെച്ചാൽ ആദ്യത്തെ 20 മീറ്റർ താഴത്തേക്ക് ഒരു ഇറക്കമാണ്. അത് കഴിഞ്ഞിട്ടാണ് ഈ 8 കാലിൽ നിറഞ്ഞ ആ ഒരു താഴ്ച
ആ താഴ്ച എന്ന് പറയുന്നത് ഏകദേശം 30 മീറ്ററോളം ഉണ്ടാവും. അതിനുശേഷം താഴെ ഒരു പ്ലാറ്റ്ഫോം, ഒരു സ്ഥലമുണ്ട്. ആ സ്ഥലം എന്ന് പറയുന്നത് ഒരു റൂമിന്റെ ഹൈറ്റ് ഒക്കെ ഉണ്ട്. അപ്പോ ആ ഒരു സ്ഥലത്താണ് ശരിക്കും ഇദ്ദേഹം ഇപ്പൊ നിൽക്കുന്നത്. ഇദ്ദേഹം കാലുകുത്തിയത് എട്ടുകാലികളുടെ മേത്തേക്കാണ്. അതോടൊപ്പം തന്നെ ഇദ്ദേഹം മുഴുവനും കംപ്ലീറ്റ്ലി എട്ടുകാലി കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇദ്ദേഹം വേറെ ഒന്നും ചിന്തിച്ചില്ല, നേരെ ബാഗ് മുമ്പിലേക്ക് എടുത്തിട്ട് അതിനകത്തുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ പുറത്തേക്ക് എടുക്കാൻ നോക്കി. അപ്പോഴാണ് ബാഗിന്റെ അകത്താണെങ്കിൽ നിറച്ചു എട്ടുകാലി. എങ്ങനെയാണ് ഇദ്ദേഹത്തിലുള്ള അവസ്ഥ ഹാൻഡിൽ ചെയ്തതെന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം എട്ടുകാലി എന്ന് പറഞ്ഞാൽ എന്റെ വലിയൊരു പേടി സ്വപ്നമാണ്. അപ്പൊ എങ്ങനെയോ ഇദ്ദേഹത്തിന് എക്യുപ്മെന്റ്സ് ഒക്കെ എടുത്തിട്ട് നേരെ മുകളിലേക്ക് പോകാനുള്ള യാത്രയായി. താഴത്തേക്ക് ഇറങ്ങുന്ന പോലെ എളുപ്പമല്ല മുകളിലേക്ക് പോകുന്നത്. അതായത് വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അതുമാത്രമല്ല ഇദ്ദേഹത്തിന്റെ ഡ്രസ്സിന്റെ അകത്തായിക്കോട്ടെ എല്ലായിടത്തും ഈ വെനമസ് ആയിട്ടുള്ള എട്ടുകാലിയാണ്. അങ്ങനെ പയ്യെ ഇദ്ദേഹം മുകളിലേക്ക് ക്ലൈം ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എങ്ങനെയോ ഇദ്ദേഹം ആ ഒരു 20 മീറ്റർ മാർക്കിലെത്തി, അതായത് ആ ഒരു ചരിവിലെത്തി. അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സ്ട്രെങ്ത് മുഴുവൻ ഉപയോഗിച്ച് ആ കേവിന് പുറത്തേക്ക് ചാടി ഉടനെ തന്നെ ഇദ്ദേഹം ചെയ്തത് എന്താ വെച്ചാൽ ഇദ്ദേഹത്തിന്റെ ശരീരത്തിലുള്ള എല്ലാ ഡ്രസ്സും എല്ലാ എക്യുപ്മെന്റ്സും എടുത്ത് പുറത്തേക്ക് ഇട്ടു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ അവസ്ഥ കാണുന്നത്. മുഴുവനും എട്ടുകാലി നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം. എങ്ങനെയോ ആ എട്ടുകാലിന് മുഴുവനും അദ്ദേഹം കുടഞ്ഞു കളഞ്ഞിട്ട് ഉടുപ്പൊക്കെ ഇട്ട് ഒന്നും സംഭവിക്കാത്ത പോലെ ഇദ്ദേഹം കാറി കയറി. മിക്കവാറും ഈ ഒരു ട്രോമറ്റൈസിങ് ആയിട്ടുള്ള സിറ്റുവേഷന് ശേഷം ഇദ്ദേഹത്തിന്റെ ആ ഒരു ഹോബി ഉപേക്ഷിച്ചിട്ടുണ്ടാവാം. ഇത് ശരിക്കും നടന്നൊരു സംഭവമായിട്ട്, ഇത് ഉണ്ടാക്കിയിട്ടൊരു സംഭവം എന്നല്ല. എട്ടുകാലി എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ പേടിയുള്ള ഒരു സംഭവമാണ്. അതിനിടയ്ക്കാണ് ഞാൻ ഇങ്ങനത്തെ ഒരു കഥ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാനൽ ഷെയർ ചെയ്തത്. അപ്പൊ ഇതൊക്കെ കേട്ട് നിങ്ങളുടെ അഭിപ്രായം മാക്സിമം ഒന്ന് കമന്റ് ചെയ്ത് അറിയിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നല്ലൊരു കേസായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.